ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 26-ാമത്തെ അധ്യായം. പുരഞ്ജനൻ്റെ നായാട്ട്, അതിൻ്റെ സംഗ്രഹം. ഇതിൽ പുരഞ്ജനൻ്റെ നായാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. വില്ലാളി വീരനായിരിക്കുന്ന പുരഞ്ജനൻ ഒരു ദിവസം വേഗതയുള്ള 5 കുതിരകളെ പൂട്ടിയ ഒരു തേരിലേറി നായാട്ടിന് പുറപ്പെട്ടു. 2 താങ്ങുതണ്ടുകളോടും 2 ചക്രങ്ങളോടും ഒരു അച്ചുതണ്ടോടും കൂടിയതായിരുന്നു തേര്. അതിൽ 3 കൊടികൾ നാട്ടിയിരുന്നു. 5 കെട്ടുകയറുള്ളതും ഒരു കടിഞ്ഞാണോടും ഒരു സൂതനോടും കൂടിയതായിരുന്നു പുരഞ്ജനൻ്റെ രഥം. അത് ഒരു ഇരിപ്പിടം മാത്രം ഉള്ളതും 2 നുകക്കുറ്റികളോട് കൂടിയതും ആയിരുന്നു. അതിൽ 5 വിധ ആയുധങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. 7 വിധ ആഭരണങ്ങളോടും 5 വിധ സഞ്ചാരമാർഗങ്ങളോട് കൂടിയതും സ്വർണ്ണമയങ്ങളായ ഉപകരണങ്ങളോട് കൂടിയതും ആയിരുന്നു ആ പുരഞ്ജനൻ്റെ തേര്. അതിൽ കയറി പൊൻകവചം അണിഞ്ഞ് അമ്പൊടുങ്ങാത്ത ആവനാഴി ധരിച്ച് 11 സൈനികരോടൊന്നിച്ച് പുരഞ്ജനൻ പഞ്ചപ്രസ്ഥം എന്ന കാട്ടിലേക്ക് പോയി. നായാട്ടിലെ ഭ്രമം കാരണം പുരഞ്ജനിയോട് യാത്ര പോലും പറയാതെയാണ് അദ്ദേഹം വനത്തിലേക്ക് പോയത്. നായാട്ടിൽ അദ്ദേഹം അനേകം സാധുമൃഗങ്ങളെ കൊന്നു. ശ്രാദ്ധത്തിനു വേണ്ടി തക്ക സമയത്ത് ചെയ്യപ്പെടുന്ന മൃഗഹിംസ മാത്രമേ സ്മൃതികൾ അനുവദിച്ചിട്ടുള്ളൂ. അതിനാൽ പുരഞ്ജനൻ്റെ നായാട്ട് ധാർമ്മികമായിരുന്നില്ല. ശരീരം പിളർക്കപ്പെട്ടതിനാൽ പ്രാണവേദനയോടെ കരയുന്ന ആ മൃഗങ്ങളുടെ ദീനസ്വരം കരുണയുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ ദയനീയമായിരുന്നു. മുയലുകൾ, പന്നികൾ, പോത്തുകൾ, ആര്യമാനുകൾ, കൃഷ്ണമൃഗങ്ങൾ, മുള്ളൻ പന്നികൾ മുതലായ പല മൃഗങ്ങളെയും കൊന്നുകൊണ്ട് പുരഞ്ജനൻ കാട്ടിൽ വിനോദിച്ചു നടന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നായാട്ടിൽ ക്ഷീണം തോന്നി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം അരമനയിലേക്ക് തിരിച്ചു വന്നു. കുളിച്ച് ആഹാരം കഴിച്ച് ക്ഷീണം തീർത്ത് സുഗന്ധ ധൂപം, കുറിക്കൂട്ട്, പൂമാല എന്നിവ കൊണ്ട് ശരീരത്തെ അലങ്കരിച്ചു. അതിനുശേഷം പുരഞ്ജനിയെ അന്വേഷിച്ചു. അവളെ കണ്ടില്ല. ദാസിമാരോട് ചോദിച്ചു, സുന്ദരിമാരെ, മഹാറാണിക്കും നിങ്ങൾക്കും ക്ഷേമം തന്നെയല്ലേ? ഇപ്പോൾ നമ്മുടെ കൊട്ടാരത്തിലെ വിഭവങ്ങൾ മുൻപത്തെ പോലെ രുചികരങ്ങളാകുന്നില്ലേ? ഗൃഹത്തിൽ അമ്മയോ പത്നിയോ ഇല്ലെങ്കിൽ അവിടെ താമസിക്കാതെ കൊള്ളില്ല. ദുഃഖത്തിൽ മുഴുകുന്ന എന്നെ ജീവിതത്തിലെ ഓരോ കാൽവയ്പിലും ഉന്മേഷവാനാക്കുന്ന എൻ്റെ പ്രിയ ഭാര്യ ഇന്ന് എവിടെ പോയി? പരിചാരികമാർ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ പ്രിയപത്നി എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വിരിപ്പ് പോലും ഇല്ലാതെ വെറും നിലത്ത് കിടക്കുന്നത് നോക്കൂ. പുരഞ്ജനൻ തൻ്റെ പ്രിയപത്നി വെറും നിലത്ത് ദുഃഖിയായി കിടക്കുന്നത് കണ്ടു. അവളോടുള്ള സ്നേഹത്താൽ അദ്ദേഹം ജ്ഞാനം നഷ്ടപ്പെട്ടവനായിരുന്നു. അതിനാൽ പുരഞ്ജനിയുടെ കിടപ്പ് കണ്ട് വല്ലാതെ ദുഃഖപരവശനായി തീർന്നു. വേദനിക്കുന്ന ഹൃദയത്തോടെ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ച പുരഞ്ജനൻ അവളുടെ പ്രണയകോപത്തിനുള്ള കാരണം അറിഞ്ഞില്ല. നല്ല വാക്കുകളാൽ പാട്ടിലാക്കാൻ സമർത്ഥനായ ആ രാജാവ് പുരഞ്ജനിയെ സാവധാനത്തിൽ അനുനയിപ്പിക്കാൻ തുടങ്ങി. ആദ്യമായി അവളുടെ കാൽരണ്ടും തൊട്ട് വണങ്ങി, പിന്നീട് അവളെ മടിയിലിരുത്തി ലാളിക്കാൻ തുടങ്ങി. അദ്ദേഹം സാവധാനത്തിൽ പറഞ്ഞു, അല്ലയോ ശോഭനെ, തെറ്റു ചെയ്യുന്ന സേവകരെ യജമാനന്മാർ തൻ്റെ സ്വന്തക്കാരായി കണക്കാക്കി അതാത് സമയത്ത് തക്ക ശിക്ഷ നൽകുന്നില്ലെങ്കിൽ ആ സേവകർ നിർഭാഗ്യവാന്മാരാണ്. നീ സ്വാമിനിയും ഞാൻ എൻ്റെ സേവകനുമാണ്. എൻ്റെ തെറ്റിന് തക്ക ശിക്ഷ തന്നാൽ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് താൽപ്പര്യം. സേവകരിൽ പ്രഭു നടത്തുന്ന ശിക്ഷ അവർക്ക് അനുഗ്രഹമാണ്. സുന്ദരങ്ങളായിരിക്കുന്ന പല്ലുകളും മനോഹരങ്ങളായിരിക്കുന്ന ചില്ലീവിലാസങ്ങളും ചേർന്ന സുന്ദരി, ഭവതി പ്രണയപരിഭവത്താൽ കുനിഞ്ഞിരിക്കുന്നതും വികസിച്ചിരിക്കുന്ന മന്ദഹാസത്തോടും കടാക്ഷവീക്ഷണത്തോടും നീലക്കുറുനിരകളാൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടും ഉയർന്ന നാസികയോടും കൂടിയ അതിസുന്ദരമായ മുഖം ഉയർത്തി എന്നെ ഒന്ന് സദയം നോക്കൂ. നിനക്കെതിരായി ആരെങ്കിലും അനിഷ്ടം പ്രവർത്തിച്ചുവോ? അവർ ആരായാലും ബ്രാഹ്മണരോ ഭഗവത് ഭക്തന്മാരോ അല്ലെങ്കിൽ ഞാൻ നിശ്ചയമായും അവരെ ശിക്ഷിക്കുന്നുണ്ട്. ബ്രാഹ്മണരെയും ഭക്തന്മാരെയും ശിക്ഷിക്കാൻ രാജാവിന് അധികാരം ഇല്ല. നീ നെറ്റിയിൽ തിലകമണിഞ്ഞിട്ടില്ല. മുഖം വാടിയതായി കാണപ്പെടുന്നു. കോപത്തോടു കൂടിയതായും തെളിമയില്ലാതെയും സ്നേഹരഹിതമായും നിൻ്റെ മുഖം ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. തൊണ്ടിപ്പഴത്തിന് തുല്യമായ ചുണ്ടുകൾ താമ്പൂലം ഉപയോഗിക്കാത്തതിനാൽ ചുവപ്പ് നിറം മങ്ങിയതായും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിന്നെ കൂടാതെ ഞാൻ നായാട്ടിന് പോയത് വലിയൊരു തെറ്റ് തന്നെ. ആ അപരാധം നീ സദയം ക്ഷമിക്കണം. നിനക്ക് അടിമപ്പെട്ടവനായ എന്നോട് സന്തോഷിച്ചാലും. കാമബാണം ഏറ്റ അവശനായ യുവകാന്തനെ ഏതൊരു കാമിനിയാണ് അനുസരിക്കാതിരിക്കുക? ഹരേ കൃഷ്ണ.